വയനാട് പുനരധിവാസത്തിൽ ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 30 ലക്ഷത്തിന്റെ വീട് 20 ലക്ഷമാക്കിയെന്ന പ്രചരണം തെറ്റാണെന്നും റവന്യൂ മന്ത്രി. കൊടുങ്ങല്ലൂരിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. എരുമപ്പെട്ടി കരിയന്നൂരിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ചാവക്കാട് എടക്കഴിയൂർ 4-ാം കല്ലിൽ കഞ്ചാവ് വേട്ട. 3 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. വാടാനപ്പള്ളിയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. പാലപ്പള്ളി കുണ്ടായിയിൽ പാടികൾക്ക് സമീപം കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. പ്രദേശവാസികൾ ഭീതിയിൽ. കൊരട്ടി ചെറുവാളൂരിൽ വൈക്കോൽ ലോറിക്ക് തീപിടിച്ചു. ഇലക്ട്രിക് ലൈനിൽ തട്ടിയതിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായത്. വാർത്തകൾ വിശദമായി. വയനാട് പുനരധിവാസത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒക്ടോബർ 4-ന് ഭൂമി ഏറ്റെടുക്കലുമായി മുന്നോട്ട് പോയെങ്കിലും ചില കോടതി ഇടപെടലുകൾ ഉണ്ടായി. ഇതുമൂലം ഡിസംബർ 27 വരെ പരിശോധന നടത്താൻ പോലും സാധിച്ചില്ല. കോടതി സർക്കാരിനെ ചുമതലപ്പെടുത്തി 4 ദിവസത്തിനുള്ളിൽ തന്നെ തുടർ നടപടികളുമായി മുന്നോട്ടു പോയി. ആദ്യ ലിസ്റ്റ് പൂർണ്ണമായി അംഗീകരിച്ചു. ദുരന്തബാധിതരുടെ ലിസ്റ്റല്ല, ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റാണ് തയ്യാറാക്കിയത്. 1ഉം 2ഉം ലിസ്റ്റുകൾ വീട് നഷ്ടപ്പെട്ടവരുടേതാണ്. 7 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റ് വീട് ആണ് പണിയാൻ ഉദ്ദേശിക്കുന്നത്. സ്പോൺസർ 20 ലക്ഷം അടച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ബാക്കി മെറ്റീരിയൽ സ്പോൺസർഷിപ്പിലൂടെ ലഭ്യമാക്കും. എന്നിട്ടും തികഞ്ഞില്ലെങ്കിൽ CMRDF-ിലൂടെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. 30 ലക്ഷത്തിന്റെ വീട് 20 ലക്ഷമാക്കിയെന്ന പ്രചരണം തെറ്റാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജൂലൈ 30-ന് ദുരന്തമുണ്ടായി. 61 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടെ ഏറ്റെടുക്കേണ്ട ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനമെടുത്തുകൊണ്ട് 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാനുള്ള പൊതുവായിട്ടുള്ള നിർദ്ദേശം സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് ഉത്തരവിറക്കി 4/10/2024. 4/10/2024 സർക്കാർ ഇറക്കിയ ഉത്തരവ് അനുസരിച്ച് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നെങ്കിൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു നല്ല മുന്നേറ്റത്തിലേക്ക്, നല്ല ഒരു ശതമാനം പ്രവർത്തനത്തിലേക്ക് പോകാൻ പറ്റുമായിരുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഒക്ടോബർ 4-ന് ഭൂമി ഏറ്റെടുക്കേണ്ട നടപടികൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിലും ചില കോടതി ഇടപെടലുകൾ ഉണ്ടായതിനെ തുടർന്ന് യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സർവേ നടപടികൾ പോലും കോടതി സ്റ്റേ ചെയ്തു. സാധാരണ നിലയിൽ ഒരു എസ്റ്റേറ്റ് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഏരിയൽ വ്യൂ കൊണ്ട് മാത്രം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർണ്ണത നമുക്ക് പറയാനാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോ പോയിന്റിലും എങ്ങനെ നടത്തണം എന്നറിയാൻ, പ്രത്യേകിച്ച് തേയില വളർന്നു നിൽക്കുന്ന പ്ലാന്റേഷൻ മേഖലയായതുകൊണ്ട് അത് പിഴുതുമാറ്റി അവിടെ ഏതെല്ലാം അർത്ഥത്തിൽ വലിയ കുന്നും ചെരുവുകളും സംവിധാനങ്ങളും ഒക്കെയുള്ള സ്ഥലത്ത് ഫിസിക്കൽ പരിശോധന നടത്താതെ അതുണ്ടാക്കാൻ കഴിയില്ല. ഒക്ടോബർ 4-ന് ഈ നടപടികൾ ആരംഭിച്ചുവെങ്കിലും കോടതി സ്റ്റേ ചെയ്തതിനെ തുടർന്ന് ഡിസംബർ 27 വരെ ഭൂമിയിൽ പരിശോധന ഉൾപ്പെടെ നടത്താൻ പറ്റാത്ത പോയ സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിൽ നല്ലൊരു ഹോംവർക്കിന് വേണ്ടി കേരളം വിധേയമാക്കുകയായിരുന്നു പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്. 27-ന് ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാനും LARR 2013-ലെ ചില പ്രത്യേക സെക്ഷനുകൾ മാത്രം ഉപയോഗിച്ചു. കൊടുങ്ങല്ലൂർ ആനാപ്പുഴയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചു മറിഞ്ഞ യുവാവ് മരിച്ചു. ചാലക്കുടി പോട്ട സ്വദേശി കുന്നുംപറമ്പിൽ 42 വയസ്സുള്ള ഷാബിൻ ഗഫൂറാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു അപകടം. നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എരുമപ്പെട്ടി കരിയന്നൂരിൽ സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. കാർ ഡ്രൈവർ എയ്യാൽ സ്വദേശി പരൻജ്യോതി പടിഞ്ഞാറേതിൽ VK വിനയകുമാറിനാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറംപള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരിയിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോകുകയായിരുന്ന ജോഷിമോൻ ബസ്സും എതിരെ വന്നിരുന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. കാർ പൂർണ്ണമായും തകർന്നു. കാറിൽ കുടുങ്ങിയ വിനയകുമാറിനെ നാട്ടുകാരും ബസ് ജീവനക്കാരും ചേർന്ന് കാറിന്റെ വശം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. പരിക്കേറ്റ വിനയകുമാറിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസിന്റെ മുൻവശവും തകർന്നിട്ടുണ്ട്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. വടക്കേ
പാലക്കാട് കച്ചേരിപ്പടി തൃക്കണമുക്ക് ക്ഷേത്രത്തിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. പെരുമ്പടപ്പ് കണ്ടബസാർ സ്വദേശി ചക്കാത്തയിൽ വീട്ടിൽ അലി, നിയാസ്, ഷാജിദ, പഴഞ്ഞി കോട്ടൂൽ സ്വദേശി ആലിങ്ങൽ വീട്ടിൽ ഷെരീഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മേത്തല എൽത്തുരുത്ത് കോമ്പാത്ത് ശ്രീകുമാറിന്റെ മകൻ ആദിത്യനാണ് മരിച്ചത്. ബൈക്കിന്റെ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു ആദിത്യൻ. ഗുരുതരമായി പരിക്കേറ്റ ആദിത്യനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ചാവക്കാട് എടക്കഴിയൂർ 4-ാം കല്ലിൽ കഞ്ചാവ് വേട്ട. 3 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി. ഒഡീഷ സ്വദേശി പ്രതാപ് ബെഹ്റ ആണ് പിടിയിലായത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും ചാവക്കാട് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. വാടാനപ്പള്ളിയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. വെങ്കിടങ്ങ് കൈതമുക്ക് സ്വദേശി ചക്കനാഥ് വീട്ടിൽ സവാദ് ഹംസയെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയിലാണ് ചിലങ്ക ജംഗ്ഷനിൽ വെച്ച് യുവാവ് പിടിയിലായത്. വാടാനപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ BS ബിനു, SI റഫീഖ്, CPO ജിഷ്ണു എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. പാലപ്പള്ളി കുണ്ടായിയിൽ പാടികൾക്ക് സമീപം കാട്ടാന ഇറങ്ങി പരിഭ്രാന്തിക്കിടയാക്കി. 3 പാടികൾക്ക് പുറകിലും സമീപത്തെ ജുമാ മസ്ജിദിന്റെ പറമ്പിലും കൃഷി ചെയ്ത വാഴകളും കവുങ്ങുകളും കാട്ടാന നശിപ്പിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം. ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. പിന്നീട് വീട്ടുകാരും വാച്ചർമാരും ചേർന്ന് ആനയെ തുരത്തുകയായിരുന്നു. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പാടികളിൽ കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. കാലപ്പഴക്കം ചെന്ന പാടികൾക്ക് മുകളിലേക്ക് ആനകൾ മരങ്ങൾ മറിച്ചിടുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങാതിരിക്കാൻ വനപാലകർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊരട്ടി ചെറുവാളൂർ പാടത്തിന് സമീപം വൈക്കോൽ ലോറിക്ക് തീപിടിച്ചു. ആളപായമില്ല. പുളിക്കക്കടവ് റോഡിൽ ചെറുവാളൂർ പാടശേഖരത്തിൽ നിന്നും വൈക്കോൽ കയറ്റിപ്പോയ ലോറിക്കാണ് തീപിടിച്ചത്. ഉയരത്തിൽ വൈക്കോൽ കെട്ടിവച്ചതിനാൽ സമീപത്തെ വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു. ഇതിൽ നിന്നും സ്പാർക്ക് ചെയ്ത തീ പിന്നീട് വൈക്കോൽ കുമ്പാരത്തിലേക്ക് പടരുകയായിരുന്നു. മൃഗാശുപത്രിക്ക് സമീപം എത്തിയപ്പോഴാണ് വാഹനത്തിലുണ്ടായിരുന്നവർ തീ കണ്ടത്. ചാലക്കുടിയിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. ഉള്ളിൽ ശരിക്കും പഠിച്ചല്ലോ. ഇത് ലയം തട്ടിയുണ്ടോ എവിടെ അറിയില്ല, അതൊന്നും അറിയില്ല. കോവിഡ് കാലത്ത് കിറ്റ് വിതരണം ചെയ്തതിന്റെ തുക നൽകണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തൃശൂർ താലൂക്ക് സപ്ലൈ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ഇന്നു തന്നെ തുക അക്കൌണ്ടിലേക്ക് ഇടാൻ ധാരണയായി. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വ്യാപാരികൾക്ക് നൽകേണ്ട തുകയുടെ 50% നേരത്തെ വിതരണം ചെയ്തെങ്കിലും ബാക്കി 50% തുക ഇനിയും റേഷൻ വ്യാപാരികൾക്ക് കൊടുക്കാൻ തൃശൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ തയ്യാറാകുന്നില്ലെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം. ഇക്കഴിഞ്ഞ 14-ന് വ്യാപാരികൾക്ക് വിതരണം ചെയ്യേണ്ട ബാക്കി മുഴുവൻ തുകയും വന്നെങ്കിലും താലൂക്ക് സപ്ലൈ ഓഫീസർ തുക വിതരണം ചെയ്യുന്നില്ലെന്ന് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തൃശൂർ താലൂക്ക് സെക്രട്ടറി രാമാനുജൻ പറഞ്ഞു. ആ കിറ്റ് കൊടുത്തതിൻ്റെ കാശ് നമുക്ക് സർക്കാരിന് തല്ലെന്ന് തരാമെന്ന് പറഞ്ഞു. കോടതിയിലൊരു കമ്മിച്ചു. നമ്മൾ ഹൈക്കോടതി പോയിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ വന്ന് നമുക്ക് കാശ് കൊടുക്കുന്നത് സർക്കാർ പറഞ്ഞു. അതിനെതിരെ അവർ സുപ്രീം കോടതി അപ്പീൽ പോയി. നമ്മൾ കിറ്റ് കൊടുത്തിട്ട് തടഞ്ഞു. നമ്മൾ ആവശ്യം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. സുപ്രീം കോടതി പറഞ്ഞു ഹൈക്കോടതിയുടെ വിധി അംഗീകരിച്ച് വ്യാപാരികൾക്ക് കാശ് കൊടുക്കാൻ പറഞ്ഞു. കുറഞ്ഞിട്ട് 6 മാസം മുമ്പ്. അപ്പോൾ സർക്കാർ 6 മാസം ഡേറ്റ് സമയം ആ 6 മാസം കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് അപ്പോൾ 50% വന്നു. 50% വന്നപ്പോൾ ഇവിടെ ഒരു തടസ്സമില്ല. അന്നത്തെ DSO വേറെ ആയിരുന്നു. നമ്മൾ ദിവസത്തിനൊന്നും ഞാനായിരുന്നു. അദ്ദേഹം നമുക്കത് 4 ദിവസം കൊണ്ട് കാശ് തന്നു. അതിനുശേഷം ഇപ്പോൾ ബാക്കിയുള്ള 50% കഴിഞ്ഞ ഈ 15 ഫെബ്രുവരി 15 നമ്മുടെ അക്കൗണ്ടിൽ വരുത്തണമെന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. ആ തീരുമാനത്തിനെതിരെ വന്നിട്ട് 14-ാം തീയതി നമ്മുടെ എല്ലാ വ്യാപാരികൾക്കുള്ള ബാക്കി ഫുൾ കാശ് ഇവിടെ വന്നതാണ്. താലൂക്ക് സപ്ലൈസിൽ കൊടുത്തിട്ട് 15-ാം തീയതിക്കുള്ളിൽ ARDകളുടെ അക്കൗണ്ടിൽ കാശ് കയറിയിട്ട് ആ വിവരം കമ്മീഷണറേറ്റിലേക്ക് അറിയിക്കാൻ പറ്റുള്ളതാണ് മെസ്സേജ് കിട്ടി.
അങ്ങനെ മെസ്സേജൊക്കെ അവർക്ക് വന്നുള്ളൂ. കാശ് എത്രയും പെട്ടെന്ന് 30,000 രൂപ മുതൽ 40,000 രൂപ വരെ കിട്ടാനുണ്ടെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത്. അതേസമയം താലൂക്ക് സപ്ലൈ ഓഫീസർ ഷൈനിയുമായി വ്യാപാരികൾ നടത്തിയ ചർച്ചയിൽ ഇന്ന് തന്നെ വ്യാപാരികൾക്ക് ലഭിക്കേണ്ട തുക അക്കൌണ്ടിലേക്ക് ഇടാൻ ധാരണയായി. ഇതേ തുടർന്ന് വ്യാപാരികൾ പ്രതിഷേധം അവസാനിപ്പിച്ച് പിരിഞ്ഞുപോയി. ഭാര്യ വീട്ടിൽ ചെന്ന് ഭാര്യയുടെ മാതാപിതാക്കളെയും സഹോദരിയെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് 4 വർഷവും 1 മാസവും തടവിനും 21,500 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. പുതുരുത്തി സ്വദേശി തേർമടം വീട്ടിൽ ജോൺസണെയാണ് തൃശൂർ SC/ST സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ കമനീസ് ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 7 മാസവും ഒരാഴ്ചയും കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. 2011 ജൂലൈ 17-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ AK കൃഷ്ണൻ കോടതിയിൽ ഹാജരായി. സർക്കാർ വാഹനങ്ങളിൽ ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുന്നത് സംബന്ധിച്ച സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് തൃശൂർ കോർപ്പറേഷന്റെ വാഹനം സഞ്ചരിക്കുന്നതിനെതിരെ കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ ജീപ്പാണ് ബീക്കൺ ലൈറ്റ് വെച്ച് ചീറിപ്പായുന്നത്. ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ച് സഞ്ചരിക്കുന്നത് മൂലം പോലീസ് വാഹനമാണ് എന്ന് പൊതുജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന സ്ഥിതിയാണെന്ന് ജോൺ ഡാനിയൽ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോയ്ക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ താൽക്കാലിക വളയം ബണ്ട് പൊട്ടിയ സാഹചര്യത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തി. നിർമ്മാണത്തിലെ അഴിമതികൾ വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. റെഗുലേറ്ററിന്റെ നവീകരണം 5.2 കോടി രൂപ ചിലവിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പടിഞ്ഞാറ് വശത്തെ വളയം ബണ്ട് പൊട്ടിയത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. DCC സെക്രട്ടറിമാരായ PK രാജൻ, സിജു പാവറട്ടി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ KS ദീപൻ, CJ സ്റ്റാൻലി, കോൺഗ്രസ് നേതാക്കളായ ക്ലെമൻ ഫ്രാൻസിസ്, PP സ്റ്റീഫൻ, മണികണ്ഠൻ മഞ്ചറമ്പത്ത്, സെയ്ദ് മുഹമ്മദ്, ആന്റോ ലിജോ തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണത്തിൽ അപാകത മൂലം, നിർമ്മാണത്തിൽ അഴിമതി മൂലം, ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥ മൂലം ഇവിടെ ഈ ഇടിയഞ്ചിറ പാലത്തിൽ സംരക്ഷണ ഭിത്തി, ഉപ്പോളം തടയാൻ ആവശ്യമായ സംരക്ഷണ ഭിത്തി തകർന്നിരിക്കുകയാണ്. ഇതിൽ കൊണ്ടുവന്നുള്ള മെഷീനറികളടക്കം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. MLA അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു, നിർമ്മാണത്തിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു, കരാറുകാരുടെ കളിപ്പാവയായി MLA മാറിയിരിക്കുന്നു. ഇതാണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിലെ മുഴുവൻ കാര്യങ്ങളും ഈ ബിൽഡപ്പ് കേരളയിൽ നിർമ്മിക്കുന്ന ഈ പാലത്തിൻ്റെയും അതുപോലെ ഷട്ടറിൻ്റെയും അതുപോലെ ബണ്ടിൻ്റെയും നിർമ്മാണം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും വിജിലൻസ് അന്വേഷണം നടത്തി ആവശ്യമായ പരിശോധന നടത്തിക്കൊണ്ട് അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും ഇന്ന് തന്നെ കളക്ടർ നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ മുല്ലശ്ശേരി പ്രോജക്ട് സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. സമ്മേളനം മാർച്ച് 2-ന് പൂവത്തൂരിൽ നടക്കും. വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി മേച്ചേരിയിൽ നടത്തിയ പതാക ദിനം പ്രോജക്ട് സെക്രട്ടറി ശ്രീജ മോഹൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി KV നളിനി, സ്വാതി ഷാജി, KK ഷീല തുടങ്ങിയവർ സംസാരിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സോണൽ കൺവെൻഷൻ ഇരിങ്ങാലക്കുടയിൽ നടന്നു. ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന കൺവെൻഷനിൽ മാള, പുതുക്കാട്, തൃപ്രയാർ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള കേബിൾ TV ഓപ്പറേറ്റർമാർ പങ്കെടുത്തു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. കൺവെൻഷൻ വൈകിട്ട് സമാപിക്കും. വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഈ രംഗത്ത്, വലിയ വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ കുത്തക മുതലാളിയോടോ ഇവിടുത്തെ ഏതെങ്കിലും പ്രാദേശിക മുതലാളിമാരോടോ ഒന്നുമല്ല നാം മത്സരിക്കുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഭീമന്മാരോടാണ്. ഫോക്സ് മാസികയുടെ ഏറ്റവും പുതിയ സർവേ പ്രകാരം ലോകത്തിലെ 100 ധനാഢ്യന്മാർ, ആ ധനാഢ്യന്മാരിൽ ആദ്യത്തെ 10-ൽ ഒരാൾ ഇന്ത്യക്കാരാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാൻ ശ്രീ മുകേഷ് അംബാനി. ബാക്കി 3 പേർ അമേരിക്കക്കാരാണ്. അതിൽ മൈക്രോസോഫ്റ്റിന്റെ ഉടമയുണ്ട്. ഏറ്റവും ധനാഢ്യന്മാരായ 2 പേരോട്, ഒരാളോട് നമ്മളിപ്പോൾ മുഖാമുഖം മത്സരിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരാളെ നമ്മൾ നേരിടാൻ പോകുന്നു.
പൊന്നാനിയിൽ SIയെ കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ ഒന്നാം പ്രതിയെ ചാവക്കാട് പോലീസ് സാഹസികമായി പിടികൂടി. വെളിയങ്കോട് സ്വദേശി കൊളത്തേരി സാദിഖിനെയാണ് ചാവക്കാട് നിന്നും ചാവക്കാട് പോലീസിന്റെ സഹായത്തോടെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഡിസംബർ 10-ന് പൊന്നാനിയിൽ MDMA കടത്തിക്കൊണ്ടുവന്ന കാർ തടഞ്ഞ് പരിശോധിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് SIയെ കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ച് ഇയാൾ രക്ഷപ്പെട്ടത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സാദിഖിനെ പോലീസ് നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു. പ്രതി ചാവക്കാട് ഹയത്ത് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ചാവക്കാട് പോലീസ് മഫ്തിയിലെത്തി ഇയാളെ സാഹസികമായി പിടികൂടുകയായിരുന്നു. പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കരുതേടത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ചാവക്കാടെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. SI RU അരുൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജ് കുമാർ, നാസർ, S പ്രശാന്ത് കുമാർ, ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ ഹംദ്, രജിത് എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കുറ്റൂർ മേരിമാതാ ദേവാലയത്തിൽ റിവൈവൽ ഫയർ എന്ന പേരിൽ ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിക്കും. 5 ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷൻ മാർച്ച് 5-ന് വൈകിട്ട് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും. മാർ ബോസ്കോ പുത്തൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ സമാപന സന്ദേശം നൽകും. സന്തോഷ് കരുമത്ര നേതൃത്വം നൽകുന്ന കൺവെൻഷൻ മാർച്ച് 9-ന് സമാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വികാരി ഫാദർ ജോജു പുറത്തൂർ, ഫിനാൻസ് കൺവീനർ ഡേവിസ് J ഇമ്മട്ടി, ജനറൽ കൺവീനർ സെബി അരങ്ങാശ്ശേരി, കൈക്കാരൻ മേജോ ചിറയത്ത്, പബ്ലിസിറ്റി കൺവീനർ പ്രകാശ് D ചിറ്റിലപ്പള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ക്യാൻസർ രോഗനിർണയ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഏകദിന മെഗാ ക്യാൻസർ പരിശോധന ബോധവൽക്കരണ ക്യാമ്പ് ഞായറാഴ്ച തൃശൂർ അശ്വിനി ആശുപത്രിയിൽ നടക്കും. 30 വയസ്സിന് മുകളിലുള്ള 200ഓളം വനിതകളെയാണ് ക്യാമ്പിലൂടെ സ്തനഗർഭാശയ ക്യാൻസറിന്റെ സാധ്യതകൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ലക്ഷ്യമിടുന്നത്. വനിതാ ഗൈനക്കോളജിസ്റ്റുമാരുടെയും സർജൻമാരുടെയും സേവനം ലഭ്യമാക്കിയുള്ള പരിശോധനകൾ തീർത്തും സൌജന്യമാണ്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. ക്യാമ്പയിന്റെ ആദ്യഘട്ടത്തിൽ ജില്ലയിലെ 37,983 പേരിൽ നടത്തിയ പ്രാഥമിക പരിശോധനകളിൽ 1,507 പേരിൽ സ്തനാർബുദ സാധ്യതകളും 1,039 പേരിൽ ഗർഭാശയ ക്യാൻസർ സാധ്യതകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ തുടർ പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷമേ രോഗം സ്ഥിരീകരിക്കാനാവൂ. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ, അശ്വിനി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ KK സുഗതൻ, ആശുപത്രി ജനറൽ മാനേജർ PK രാജു, ആരോഗ്യ വിഭാഗം ജില്ലാ മീഡിയ ഓഫീസർ സന്തോഷ് കുമാർ, VP പ്രജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പത്മശ്രീ ജേതാവ് IM വിജയനെ തൃശൂർ പൌരാവലി സുവർണ ബോൾ നൽകി ആദരിക്കും. തൃശൂർ വാക്കേഴ്സ് ക്ലബിന്റെയും വെറ്ററൻസ് ക്ലബിന്റെയും നേതൃത്വത്തിലാണ് മാർച്ച് 4-ന് ആദരവൊരുക്കുന്നത്. തൃശൂർ ടൗൺഹാളിൽ നടക്കുന്ന ചടങ്ങിൽ 7 ലക്ഷത്തോളം രൂപ വില വരുന്ന 8.5 പവൻ തൂക്കമുള്ള സ്വർണ്ണ ബോൾ സംഘാടകർ വിജയന് സമ്മാനിക്കും. ആദര ചടങ്ങിന് മുന്നോടിയായി വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവർ വരെ പങ്കെടുക്കുന്ന ഘോഷയാത്രയും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ജോസഫ് തോമസ് കോന്നിക്കര, മാർട്ടിൻ, അഡ്വക്കേറ്റ് അഖിലസ്, സുധാകരൻ, ബിജു ബാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓട്ടോറിക്ഷകളിൽ സ്റ്റിക്കർ പതിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ഓട്ടോ തൊഴിലാളികൾ പാവറട്ടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പാവറട്ടി പള്ളിനടയിൽ നിന്നും സെന്ററിലേക്ക് നടന്ന സംയുക്ത ഓട്ടോ തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. സിറ്റികളിലെ മീറ്റർ ഫെയർ സംവിധാനം ഗ്രാമങ്ങളിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് യാത്രക്കാരും തൊഴിലാളികളും തമ്മിൽ വാക്കുതർക്കത്തിന് കാരണമാകുമെന്നും ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു. KTUC ജില്ലാ പ്രസിഡന്റ് NJ ലിയോ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. STU ജില്ലാ പ്രസിഡന്റ് സിംല അധ്യക്ഷത വഹിച്ചു. പൌരസമിതി ചെയർമാൻ വർഗീസ് പാവറട്ടി, NA ഷാഹുൽ ഹമീദ്, തിലകൻ വെൺമേനാട്, ലത്തീഫ് മരുതയൂർ, ജെയിംസ് പാവറട്ടി എന്നിവർ സംസാരിച്ചു. ഒരുമനയൂർ പഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV കബീർ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് അധ്യക്ഷത വഹിച്ചു. 22,40,78,823 രൂപ വരവും 22,21,15,000 രൂപ ചെലവും 19,63,823 രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കുടിവെള്ളത്തിന് 5 കോടി രൂപയും ഭവന നിർമ്മാണത്തിന് 2,43,73,060 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KH കയ്യുമു, KV രവീന്ദ്രൻ, ET ഫിലോമിന, മെമ്പർമാരായ നഷ്ര മുഹമ്മദ്, നസീർ മൂപ്പിൽ, ആരിഫ ജുഫൈർ, KJ ചാക്കോ, ഹസീന അൻവർ, VC ഷാഹിബാൻ തുടങ്ങിയവർ സംസാരിച്ചു.
മാർച്ച് 1 മുതൽ നഗരഗ്രാമ പ്രദേശങ്ങൾ ഭേദമില്ലാതെ യാത്രക്കാർ ഫെയർ മീറ്റർ ചാർജ് മാത്രമേ വാങ്ങാവൂവെന്ന സർക്കാർ നയം ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്ന നടപടിയാണെന്ന് BMS തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം പറഞ്ഞു. തൃശൂർ ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം BMS വടക്കാഞ്ചേരി ജോയിന്റ് RT ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികൾക്കും യാത്രക്കാർക്കും ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തെ സംബന്ധിച്ച് പഠിക്കാതെയാണ് ഈ പ്രഖ്യാപനം നടപ്പിലാക്കുന്നതെന്നും സർക്കാരിന്റെ ഈ തീരുമാനം നടപ്പിലാക്കാൻ BMS തയ്യാറല്ല എന്നും സേതു തിരുവെങ്കിടം പറഞ്ഞു. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി AR ഭരതൻ അധ്യക്ഷത വഹിച്ചു. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് വിപിൻ മംഗലം, BMS വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി PV വിനോദ്, പ്രസിഡന്റ് KM രജി, യൂണിയൻ ചേലക്കര മേഖലാ സെക്രട്ടറി P രാജഗോപാൽ, PS പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. CITUവിനെ മറികടന്ന് സമരം ചെയ്യാനുള്ള ഒരു അവകാശവും നിങ്ങൾക്കില്ല എന്നുള്ള ധാർഷ്ട്യ സമീപനമാണ്. കടപ്പുറം വട്ടേക്കാട് യുവതിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വട്ടേക്കാട് ആലുംപറമ്പ് പള്ളിക്കടുത്ത് മരക്കാർ വീട്ടിൽ യൂനസിന്റെ ഭാര്യ 27 വയസ്സുള്ള ഷബ്നയാണ് മരിച്ചത്. ചാവക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ചാലിശ്ശേരിക്കാരുടെ പൂരാഘോഷത്തിന് പതിർവാണ്യത്തോടെ തുടക്കമായി. ഉപ്പു മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ പതിർവാണിഭ സ്ഥലത്തുനിന്ന് ലഭ്യമാണ്. ആദ്യകാലഘട്ടങ്ങളിൽ ഉണക്ക മത്സ്യമാണ് വാണിഭത്തിലെ പ്രധാന ഇനം. ഇപ്പോൾ പച്ച മത്സ്യമാണ് ഏറെ വിൽപ്പന നടന്നത്. ആദ്യകാലങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞ് കർഷകർ മിച്ചം വയ്ക്കുന്ന പതിരുൾപ്പെടുന്ന നെല്ല് കൊട്ടയിലാക്കി മത്സ്യക്കച്ചവടക്കാർക്ക് കൊടുത്താൽ കൊട്ട നിറച്ച് മത്സ്യം തിരിച്ചു നൽകുന്നതായിരുന്നു പതിവ്. അങ്ങനെയാണ് പതിര് വാണിഭം എന്ന പേര് വന്നത്. മത്സ്യത്തിനു പുറമെ വിവിധതരം മൺപാത്രങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയ വസ്തുക്കളുടെ വൻ വിൽപ്പനയാണ് 24 മണിക്കൂർ കൊണ്ട് നടന്നത്. ചാലിശ്ശേരി മുലയംപറമ്പ് പൂരത്തിനോടനുബന്ധിച്ചുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ് ഇന്ന് വൈകിട്ട് നടക്കും. 38ഓളം ആനകൾ അണിനിരക്കും. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ 4 ദിവസങ്ങളായി നടത്തിവരുന്ന ഫുട്ബോൾ മത്സരം സമാപിച്ചു. 1ഉം 2ഉം സ്ഥാനങ്ങൾ ലഭിച്ച ടീമുകൾക്ക് സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചിറമേൽ, PTA പ്രസിഡന്റ് CS സുനിൽകുമാർ, ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ് എന്നിവർ ചേർന്ന് ട്രോഫികൾ സമ്മാനിച്ചു. MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ നിന്ന് മാറി നിന്ന് CPM ജനപ്രതിനിധികളും പ്രാദേശിക നേതാക്കളും. MLA UR പ്രദീപ് ആയിരുന്നു അധ്യക്ഷൻ. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1ാം കല്ല് പാറമേൽപ്പടി റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ നിന്നാണ് നോട്ടീസിൽ പേരുണ്ടായിരുന്നിട്ട് പോലും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കൊണ്ടാഴിയിലെ CPM പഞ്ചായത്ത് മെമ്പർമാരും മാറി നിന്നത്. എന്നാൽ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ദീപ S നായർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ശ്രദ്ധേയമായി. ഔദ്യോഗികമായി ക്ഷണം ലഭിക്കാത്തതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടാകുമെന്നും ബഹിഷ്കരണത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും MP പ്രതികരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയും പുറമ്പോക്ക് ഭൂമി കയ്യേറുകയും സീഡ് അഴിമതിയിൽ തട്ടിപ്പ് നടത്തുകയും ചെയ്ത 17ാം വാർഡ് കോൺഗ്രസ് മെമ്പർ MC ഐജു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPM വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി വായനശാല പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TK ശിവൻ, സുമന സുഗതൻ, PT ദേവസി, PM കുഞ്ഞുമോൻ, PT ജോസഫ്, NB ബിജു, KK യോഗേഷ് എന്നിവർ സംസാരിച്ചു. തയ്യൂർ സൗഹൃദ നഗർ നിവാസികളുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായി. വേലൂർ പഞ്ചായത്തിലെ തയ്യൂർ സൗഹൃദ നഗർ റോഡ് വർഷങ്ങളായി സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലായിരുന്നു. പ്രദേശവാസികളുടെ ദുരിതം മനസ്സിലാക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ സ്ഥലം സന്ദർശിക്കുകയും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് 22 ലക്ഷം രൂപ അടങ്കൽ തുക വകയിരുത്തി പ്രദേശത്തെ 400 മീറ്ററിലധികം വരുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കുകയായിരുന്നു. റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്വപ്ന റഷീദ്, വാർഡ് മെമ്പർ വിമല നാരായണൻ, മുൻ പഞ്ചായത്ത് അംഗം മുരളി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വേനൽ കടുത്തതോടെ 100 അടിത്തോട് വറ്റി തുടങ്ങി. കാട്ടകമ്പാൽ പോർക്കുളം മേഖലയിലെ പുഞ്ചകൃഷിക്ക് വെള്ളമെത്തുന്നത് 100 അടി തോട്ടിലൂടെയാണ്. വേനൽ ആരംഭത്തിൽ തന്നെ തോട്ടിലെ വെള്ളം വറ്റുന്നത് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ആദ്യം കൃഷിയിറക്കിയ കോൾപ്പാടങ്ങളിൽ നെല്ലിന് കതിരുകൾ വന്നു തുടങ്ങി. നെൽച്ചെടികൾക്ക് ധാരാളം വെള്ളം വേണ്ട സമയമാണിത്. തുരുത്തിക്കാട് ബണ്ടിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നതോടെ കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ.
ആശാ വർക്കർമാരോട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന പ്രതികാര നടപടിയിൽ പ്രതിഷേധിച്ച് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സർക്കാർ ഉത്തരവ് കത്തിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി ടി.എം. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മാളി തോമസ്, ഷീല, വിപിന ചന്ദ്രൻ, സായുജ് സുരേന്ദ്രൻ, എം ബിജു, സൂരജ് കുണ്ടനി, ശാലിനി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ ജാഥകളും തുടർന്ന് പെരുമ്പിലാവ് സെന്ററിൽ പ്രതിഷേധ സംഗമവും നടത്തി. പഞ്ചായത്തിലെ തകർന്ന ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, ജനവാസ കേന്ദ്രങ്ങളിൽ പുതിയ ടാർ റോഡുകൾ നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. പെരുമ്പിലാവ്, കടവല്ലൂർ, കരിക്കാട് മേഖലകളിലെ ജാഥകൾക്ക് നാസർ കല്ലായി, കുഞ്ഞു മുഹമ്മദ്, അബു പുത്തൻകുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം കെപിസിസി മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എൻ.കെ. അലി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ആഷിഖ് കാദിരി, കെ.എ. ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിമുക്ത വള്ളത്തോൾ നഗർ ബഹുജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തി. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം മുള്ള ഹാപ്പിനെസ് പാർക്കിൽ നടന്ന ക്യാമ്പ് UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. അടക്കാഞ്ചേരി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി പ്രശാന്ത് ക്ലാസ് എടുത്തു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PA യൂസഫ്, M ബിന്ദു, CPM ഏരിയ കമ്മിറ്റി അംഗം M സുലൈമാൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MA മുഹമ്മദ് ഇക്ബാൽ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PA അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു. തിരൂർ ശ്രീ വടകുറുമ്പക്കാവ് ക്ഷേത്രത്തിലെ കുംഭവേല മാർച്ച് 2, 3, 4 തീയതികളിൽ വിപുലമായി ആഘോഷിക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. കുംഭമാസത്തിലെ രേവതി, അശ്വതി, ഭരണി ദിവസങ്ങളിൽ പ്രശസ്ത മേളപ്രമാണിമാർ നയിക്കുന്ന വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ 7 ആനകളെ വീതം എഴുന്നള്ളിക്കുന്ന പൂരവും തുടർന്ന് വേലയാഘോഷങ്ങളും നടക്കും. പോട്ടോർ, കോലഴി, മുളങ്ങുന്നത്തുകാവ്, തിരൂർ എന്നീ ദേശങ്ങളും ദേവസ്വം ചേർന്നാണ് കുംഭവേല നടത്തുന്നത്. കുംഭവേലയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ദേശങ്ങളിലും ക്ഷേത്രാങ്കണത്തിലുമായി വിവിധ കലാപരിപാടികളും അരങ്ങേറും. തിരൂർ ശ്രീ വടകുറുമ്പക്കാവ് ദേവസ്വം പ്രസിഡന്റ് PS ഈശ്വരൻ അയ്യർ, സെക്രട്ടറി ഹരിദാസ് പാടാശ്ശേരി, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിൽ ദേശീയ ശാസ്ത്ര ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ആൽക്കലി ആസിഡ് പ്രവർത്തനത്തിലൂടെ മഷി കൊണ്ടെഴുതി ശാസ്ത്രദിനം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ് ബാബു, വാർഡ് മെമ്പർമാരായ നീതു ഷിജു, രാകേഷ്, CRC കോർഡിനേറ്റർ ഹരീഷ് പശുപതി, പ്രധാന അധ്യാപിക ഷാലി കാതറിൻ തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന സ്പർശം വയോസേവനത്തിനായുള്ള വെബ് ആപ്ലിക്കേഷന്റെ പ്രഖ്യാപനവും സാന്ത്വന വോളണ്ടിയർമാർക്കും കുട്ടികളുടെ വയോ വോളണ്ടിയർമാർക്കും ആദരവും നൽകി. അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷയായി. വെബ് ആപ്ലിക്കേഷന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ച തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉദ്യോഗസ്ഥരെയും വിദ്യാർത്ഥികളെയും ആദരിച്ചു. സംസ്ഥാന കലോത്സവത്തിൽ മൃദംഗവാദ്യം A ഗ്രേഡ് നേടിയവരെയും BBA LLB പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ശ്രദ്ധ സുരേന്ദ്രനെയും MLA ചടങ്ങിൽ ആദരിച്ചു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ K മീനാക്ഷി, അസിസ്റ്റന്റ് പ്രൊഫസർ P സോണി, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ U സലീൽ, ഡോക്ടർ ഷാജി KS, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ഷാജി, ICDS സൂപ്പർവൈസർ CR ശ്രീവിദ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ കുട്ടികളുടെ മികവുകൾ ഉൾപ്പെടുത്തി പഠനോത്സവം സംഘടിപ്പിച്ചു. മുരിയാട് പഞ്ചായത്ത് അംഗം K വൃന്ദകുമാരി പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TS മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ T അനിൽകുമാർ, MPTA പ്രസിഡന്റ് നിജി വത്സൻ, PTA വൈസ് പ്രസിഡന്റ് അമ്പിളി ലുജോ, സീനിയർ അസിസ്റ്റന്റ് ടെസി M മൈക്കിൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ മികവുകളുടെ അവതരണം നടന്നു. മുരുക്കുങ്ങൽ പെരുമ്പള്ളിച്ചിറ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിനു മുന്നോടിയായുള്ള ചടങ്ങുകൾ തുടരുന്നു. ഗണപതി ഹോമം, തിലഹോമം, സായുജ്യ പൂജ, കാൽ കഴുകിച്ചൂട്ട് എന്നിവ നടന്നു. വൈകിട്ട് മുരുക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പ്രതിഷ്ഠയ്ക്കായുള്ള വിഗ്രഹങ്ങൾ താലത്തിന്റെ അകമ്പടിയോടെ പെരുമ്പള്ളിച്ചിറ ക്ഷേത്രത്തിലേക്ക് എത്തും.
തുടർന്ന് ആചാര്യവരണം, ബിംബപരിഗ്രഹം, ജലാധിവാസം, സ്ഥലശുദ്ധി, പത്മോലേഖനം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. തന്ത്രി അഴകത്ത് മനക്കൽ AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. മറാഠ രാജവംശത്തിലെ മാൾവ രാജ്യത്തെ മഹാറാണിയായിരുന്ന രാജമാത അഹല്യാഭായ് ഹോൾക്കറുടെ ജന്മശതാബ്ദി തൃശൂരിൽ ആഘോഷിച്ചു. സാമാജിക സമരസത ഗതിവിധിയും തൃശിവപേരൂർ മഹിളാ സമന്വയ വേദിയും ചേർന്നാണ് ആഘോഷം സംഘടിപ്പിച്ചത്. RSS ദേശീയ നേതാവ് ശ്യാം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. റിട്ടയേർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ലതാ രാജ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് അഞ്ജനാദേവി, ഗോപാലകൃഷ്ണൻ, ബാബു, MS, സമ്പൂർണ്ണ എന്നിവർ സംസാരിച്ചു. നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആശാ വർക്കർമാർ സംസ്ഥാനത്ത് നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സമരക്കാർക്കെതിരെ സർക്കാർ നടപടിയെടുക്കുമെന്ന് അറിയിച്ചുള്ള ഉത്തരവ് കത്തിച്ചുമായിരുന്നു പ്രതിഷേധം. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പോൾ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ML ബേബി, ബിന്ദു കാട്ടുങ്ങൽ, ES അനിരുദ്ധൻ, ജിത്ത് ചാക്കോ, ഉണ്ണി കൊച്ചുപുരയ്ക്കൽ, ഷേർലി മോഹൻ, മിനി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൈവ മാലിന്യ സംസ്കരണത്തിനായി ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ MM ഗോപാലൻ, പ്രനില ഗിരീശൻ, KV നന്ദകുമാർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം സ്പോർട്സ് അക്കാദമി ഏപ്രിൽ 25 മുതൽ മെയ് 3 വരെ മതിലകം സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൌണ്ടിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണവും ഓഫീസ് ഉദ്ഘാടനവും നടന്നു. EG ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി. PK ചന്ദ്രശേഖരൻ, PC ഗോപിദാസ്, അൻവർ ഹുസൈൻ, KY അസീസ്, VK മുജീബ് റഹ്മാൻ, KK ജയൻ, PH നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മെമ്പർഷിപ്പ് വിതരണവും നടത്തി. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ 2 പ്രാവശ്യം ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇവിടെ പാലിക്കര ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം മാർച്ച് 4-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 5 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരക്കും. പല്ലാവൂർ ശ്രീധരൻ മാരാരുടെ പഞ്ചവാദ്യവും തുടർന്ന് പഞ്ചാരി മേളവും നടക്കും. ചേന്നംകുളങ്ങര ശ്രീ ഭദ്രകാളി ട്രസ്റ്റ് ഭാരവാഹികളായ N കൃഷ്ണൻ നമ്പൂതിരി, KS ബാലകൃഷ്ണൻ നമ്പൂതിരി, KK ബിജു നമ്പൂതിരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചേരിച്ചിറ യൂണിറ്റ് സംഘടിപ്പിച്ചുവരുന്ന മെഡിക്കൽ ക്യാമ്പിന്റെ 50ാം സൗജന്യ മെഗാ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. ക്യാമ്പിൽ രക്തദാനം, സൗജന്യ ക്രിയാറ്റിൻ പരിശോധന, ഡെന്റൽ പരിശോധന തുടങ്ങി വിവിധ രോഗനിർണയ പരിശോധനകൾ സൗജന്യമായി നടത്തുന്നതിന് ക്യാമ്പിൽ സൗകര്യമുണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചേരിച്ചിറ യൂണിറ്റ് ഭാരവാഹികളായ ബിജു എടക്കളത്തൂർ, മനോജ് പുളിക്കത്തറ, പോൾ തേറാട്ടിൽ, KV വിശ്വഭരൻ, റാഫി നീലങ്കാവൽ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7930, പവന് 63440. വെള്ളി ഗ്രാമിന് 104, പ്ലാറ്റിനം ഗ്രാമിന് 3409 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് പുനരധിവാസത്തിൽ ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 30 ലക്ഷത്തിന്റെ വീട് 20 ലക്ഷമാക്കിയെന്ന പ്രചരണം തെറ്റാണെന്നും റവന്യൂ മന്ത്രി. കൊടുങ്ങല്ലൂരിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. എരുമപ്പെട്ടി കരിയന്നൂരിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ചാവക്കാട് എടക്കഴിയൂർ 4-ാം കല്ലിൽ കഞ്ചാവ് വേട്ട. 3 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. വാടനപ്പള്ളിയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. പാലപ്പള്ളി കുണ്ടായിയിൽ പാടികൾക്ക് സമീപം കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. പ്രദേശവാസികൾ ഭീതിയിൽ. കൊരട്ടി ചെറുവാളൂരിൽ വൈക്കോൽ ലോറിക്ക് തീപിടിച്ചു. ഇലക്ട്രിക് ലൈനിൽ തട്ടിയതിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായത്.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.